മക്കളെ, ബംഗാളികൾ പോലും ഒരു നിമിഷം ചിന്തിച്ചു പോകും, ഇയാൾ മലയാളി തന്നെയാണോ? അങ്ങനെയുള്ള എന്നും സംസാരിക്കാൻ കഴിയുന്ന 15 വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തുടങ്ങിയാലോ? തുടങ്ങാം. ഒന്നുള്ളി. ഒന്നാമത്തെ നമ്മുടെ സെന്റൻസ് ആണ് എന്ത്? മുझे യാദ് ഹേ. എന്താണ്? മുझे യാദ് ഹേ. മുझे യാദ് ഹേ എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് എന്നാണ്. എനിക്ക് ഓർമ്മയുണ്ട്. അല്ല അല്ല നിനക്ക് ഓർമ്മയുണ്ടോ? നീ മറന്നുപോയോ? മുझे യാദ് ഹേ. മുझे യാദ് ഹേ. മുझे യാദ് ഹേ. എനിക്ക് ഓർമ്മയുണ്ട്. അല്ല നിങ്ങൾ മറന്നുപോയോ എന്ന് പറഞ്ഞു നോക്കൂ. മുझे യാദ് ഹേ. മുझे യാദ് ഹേ. അപ്പം ഇതൊക്കെ പറയാൻ വേണ്ടി അവസരം വരട്ടെ, അവസരം വരട്ടെ, അവസരം വരട്ടെ, അതിനു വേണ്ടി കാത്തു നിൽക്കരുത്. നിങ്ങൾ പറയണം. ഹിന്ദിക്കാർ വരട്ടെ, ബംഗാളികൾ വരട്ടെ, നോ 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 നോ. അത് വീട്ടിലായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ഹസ്ബൻഡോ വൈഫോ ആരായാലും മുझे യാദ് ഹേ. ആ സെൻറ്റൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വെറുതെ പറയാം, മുझे യാദ് ഹേ. ഇതൊരു 10 തവണ പറഞ്ഞാൽ പെർഫെക്റ്റ്. എന്താണ് മുझे യാദ് ഹേ? എന്നർത്ഥം എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞു നോക്കൂ. മുझे യാദ് ഹേ. പെർഫെക്റ്റ്. മുझे യാദ് ഹേ. അതെ, കറക്റ്റ്. ഇനി രണ്ടാമതാണ് ഉണ്ടോ, മുझे യാദ് നഹീ ഹേ. എനിക്ക് ഓർമ്മയില്ല ഉണ്ടോ. മുझे യാദ് നഹീ ഹേ. മുझे യാദ് നഹീ ഹേ. എനിക്ക് ഓർമ്മയില്ല. എന്താണ് മുझे യാദ് നഹീ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല എന്നാണ്. നിങ്ങളുടെ പേരെന്താ? മുझे യാദ് നഹീ ഹേ. എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ ആരാ? മുझे യാദ് നഹീ ഹേ. എടാ നിനക്ക് ഓർമ്മയുണ്ടോ? മുझे യാദ് നഹീ ഹേ. മുझे യാദ് നഹീ ഹേ. അല്ല, പറയേണ്ട അവസരം വരുമ്പോൾ പറഞ്ഞാൽ മതിട്ടോ. എന്ന് വെച്ചാൽ എല്ലാതും അങ്ങ് പറയരുത്. നിൻ്റെ പേരെന്താ? മുझे യാദ് നഹീ ഹേ. നിൻ്റെ ഫാദർ ആരാ? മുझे യാദ് നഹീ ഹേ. അങ്ങനല്ല, എവിടെയാണോ പറയേണ്ടത് അവിടെ പറയാം, അത്രേ ഉള്ളൂ. മുझे യാദ് നഹീ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമതാണ് മുझे പതാ ഹേ. വളരെ കോമൺ ആണ്, വളരെ കോമൺ ആണ്. മുझे പതാ ഹേ. മുझे പതാ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുझे പതാ ഹേ, എനിക്കറിയാം. മുझे പതാ ഹേ, എനിക്കറിയാം. മുझे പതാ ഹേ. ചില ആളുകളുണ്ട് ഒരു കാര്യം പറഞ്ഞതിന് മുന്നേ പറയില്ലേ എനിക്കറിയാം, പറയില്ലേ? മുझे പതാ ഹേ. അതല്ല ഞാൻ പറഞ്ഞത്. മുझे പതാ ഹേ. മുझे പതാ ഹേ, എനിക്കറിയാം. മുझे പതാ ഹേ. നിങ്ങൾക്കറിയോ? മുझे പതാ ഹേ. മുझे പതാ ഹേ, എനിക്കറിയാം. ഓക്കെ. ഇനി നമ്മുടെ നാലാമത്തെ സെൻറ്റൻസ് നോക്കാം. കണ്ടോളി. 3 കഴിഞ്ഞു. 4, 5, 6. നമ്മുടെ നാലാമത്തെ സെൻറ്റൻസ് ആണ് കണ്ടോളി. മുझे പതാ നഹീ ഹേ. ഇനി എനിക്കറിയില്ല എന്നാണെങ്കിലോ? എനിക്കറിയില്ല. മുझे പതാ നഹീ ഹേ. മുझे പതാ നഹീ ഹേ. വളരെ കോമൺ ആണ്. ഇവിടെ മുझे പതാ നഹീ ഹേ. എനിക്കറിയില്ല. എന്താണ് നിൻ്റെ പേര്? മുझे പതാ നഹീ ഹേ. അപ്പോൾ പറയേണ്ട സാഹചര്യം വരുമ്പോൾ പറഞ്ഞാൽ കേട്ടോ, എല്ലാറ്റിനും ഇത് കൊടുക്കരുത്. നിങ്ങൾ എവിടെയാണ്? മുझे പതാ നഹീ ഹേ. എന്താ പേരെന്താ? മുझे പതാ നഹീ ഹേ. അപ്പോൾ മുझे പതാ നഹീ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്നർത്ഥം. അപ്പം അറിയില്ലെങ്കിൽ എന്ത് പറയാം? മുझे പതാ നഹീ ഹേ. മുझे പതാ നഹീ ഹേ. ഒരു 5-6 തവണ അങ്ങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. മുझे പതാ നഹീ ഹേ. ഭയ്യ മുझे പതാ നഹീ ഹേ. ഭായ്, ഓ ഭായ്, ഭായ് മുझे नहीं പതാ. അങ്ങനെയും പറയാം. എന്താണ്? മുझे नहीं പതാ അങ്ങനെയും പറയാം. മുझे പതാ नहीं है. ഇതൊന്നും കൂടി കോമൺ ആണ്. ഭായ് സാബ് മുझे പതാ नहीं है. ഭയ്യ മുझे പതാ नहीं है. മുझे പതാ नहीं है. ഓക്കെ. ഇനി അഞ്ചാമതാണ് മേ ആ രഹാ ഹും. മേ ആ രഹാ ഹും എന്നാണോ? മേ ആ രഹാ ഹും എന്താണ്? ഞാൻ വരുന്നു, അല്ലെങ്കിൽ ഞാൻ വരികയാണെന്ന് പറയില്ലേ? ആരെങ്കിലും നിങ്ങൾ വിളിക്കുകയാണ്, ആരെങ്കിലും നിങ്ങൾ വിളിക്കുകയാണ്, എടി മോളെ, മോളെ മേ ആ രഹാ ഹും. അവിടെ പെണ്ണായതുകൊണ്ട് ആ രഹീഹു എന്ന് പറയണം. പെണ്ണാണെങ്കിൽ പറയാം മേ ആ രഹീഹും. അപ്പോൾ ഒരു ബോയ് ആണെങ്കിലോ ആണെങ്കിലോ മേ ആ രഹാഹും. മേ ആ രഹാഹും. ഓക്കെ. എടാ മോനെ മേ ആ രഹാഹും. മേ ആ രഹാഹും. മോളെ മേ ആ രഹീഹും. അപ്പോൾ മേ ആ രഹാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുന്നു, ഞാൻ വന്നുകൊണ്ടിരിക്കുക എന്നർത്ഥം. മേ ആ രഹാഹും. മേ ആ രഹാഹും എന്ന് പറയാം. ഫോണിൽ വിളിക്കുകയാണ്, ഹലോ എവിടെ എവിടെ എവിടെ? മേ ആ രഹാഹും. മേ ആ രഹാഹും. മേ ആ രഹാഹും. ഓക്കെ. ഓക്കെ. ഇനി അടുത്താണ് ആറാമതാണ്. കണ്ടോളി. മേ ജാ രഹാഹും. മേ ജാ രഹാഹും. മേ ജാ രഹാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ പോവുകയാണെന്ന്. അല്ല നീ ഇതുവരെ പോയിട്ടില്ലേ? മേ ജാ രഹാ ഹൂം. മേ ജാ രഹാ ഹൂം. അല്ല നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലേ?
മേ ജാരാവും, മേ ജാരാഹും എന്ന് പറയാം. മേ ജാരാവും മാറിപ്പോരുത്. അല്ല നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലേ മേ ആരാവും എന്ന് പറയരുത്. എന്നാണ് മേ ജാരാഹും മേ ആരാഹും. ഓക്കെ, ഞാൻ പോകുന്നു, മേ ജാരാഹും മേ ആരാഹും, മേ ഞാൻ വരുന്നതായി. ഓക്കെ ആണല്ലോ. അപ്പം ഇതൊക്കെ വെറുതെ കണ്ട് നിന്നോണ്ട് കാര്യമില്ല, പഠിച്ചുകൊണ്ട് കാര്യമില്ല. പഠിച്ചു വെച്ച കാര്യം ഒരു മടിയില്ലാതെ പറയണം. അങ്ങോട്ട് ഓപ്പണായി പറയുന്നേ. ഇനി അടുത്ത് നോക്കാം. നമ്മുടെ 7ാമത്തെ സെൻറ്റൻസ് കണ്ടോളി. 7, 8, 9. ഓക്കെ, नहीं है. കുറച്ചുകൂടി ചെറുതാക്കിയേക്കാം. 7, 8, 9. നമ്മുടെ 7ാമത്തെ സെൻറ്റൻസ് ആണ്. ബസ് മേ ആഗയ. ബസ് മേ ആഗയ. ബസ് മേ ആഗയ എന്ന് പറഞ്ഞാൽ ബസ്സിൽ ഞാൻ വന്നു നല്ല അർത്ഥം. ഇവിടെ ബസ് എന്ന് പറഞ്ഞാൽ ഇതാ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ ഞാൻ എത്തി, അല്ല ഇതാ ഞാൻ വന്നു എന്ന് പറയില്ലേ. ഹലോ, അന്നല്ലേ കാത്തിരിക്കുന്ന, എവിടെ നീ, എവിടെത്തി, എവിടെ? ബസ് ആഗയ, ബസ് മേ ആഗയ, ബസ് മേ ആഗയ. ഇതാ ഞാൻ എത്തി, ഇതാ ഞാൻ എത്തിയല്ല, ഇതാ ഞാൻ വന്നു എന്ന് പറയില്ലേ. ബസ് മേ ആഗയ, ബസ് മേ ആഗയ എന്ന് പറയും. എന്താ പറയുക? ബസ് മേ ആഗയ, ഇതാ ഞാൻ എത്തി. ഇവിടെ ബസ് എന്ന് പറയുന്നത് നിർത്തണം. ബസ് മേ ആഗയ, ബസ് മേ ആഗയ. ഒരുമിച്ച് പറഞ്ഞോ ബസ് മേ ആഗയ എന്ന് പറഞ്ഞാൽ ബസ്സിൽ വന്നു. പോട്ടെ, ഇവിടെ നിന്നാണ് ബസ് മേ ആഗയ, ദാ ഞാൻ എത്തി, അല്ല ദാ ഞാൻ വന്നു എന്നായി. ഓക്കെ ആണല്ലോ, ബസ് മേ ആഗയ. ഓക്കെ, ഇനി അടുത്താണ് എന്ത്? 8ാമത്തെ വോ അഭി ആയേഗ. വോ അഭി ആയേഗ, വോ അഭി ആയേഗ. വോ എന്ന് പറഞ്ഞാണ് അവൻ, അഭി എന്ന് പറഞ്ഞാലോ ഇപ്പോൾ, ആയേഗ എന്ന് പറഞ്ഞാൽ വരുന്നതായി. വോ അഭി ആയേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇപ്പോൾ വരുന്നതാണ്. അല്ല അവനെവിടെ, അവനെവിടെ, അവനെവിടെ? വോ അഭി ആയേഗ, വോ അഭി ആയേഗ. എടാ നിന്റെ കൂട്ടുകാരൻ എവിടെ? വോ അഭി ആയേഗ. അല്ല നിന്റെ അനിയൻ എവിടെ? അനിയൻ വോ അഭി ആയേഗ. അല്ല നമ്മുടെ മറ്റവനെവിടെ? വോ അഭി ആയേഗ, വോ അഭി ആയേഗ, വോ അഭി ആയേഗ എന്നർത്ഥം അവനിപ്പോൾ വരുന്നായി. ഇനി നമ്മുടെ 9ാമത്തെ സെൻറ്റൻസ് ആണ്. കണ്ടോളി. മേരെ പാസ് കുച്ച് നെയ് ഹെ. ഇവിടെ ഉണ്ടോ? മേരെ പാസ് കുച്ച് നെയ് ഹെ. മേരെ പാസ് കുച്ച് നെയ് ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മേരെ പാസ് എൻ്റെ അടുത്ത് എന്നായി. എൻ്റെ അടുത്ത് കുച്ച് നെയ് ഹെ ഒന്നുമില്ല എന്നാണ്. കുച്ച് നെയ് ഹെ, അപ്പം മേരെ പാസ് കുച്ച് നെയ് ഹെ. ഓക്കെ, അതിനർത്ഥം ഇവിടെ തന്നെ എൻ്റെ അടുത്ത് ഒന്നുമില്ല. അതെ, നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടാവോ? നാളെ തരാം. 100 രൂപ എടുക്കണ്ടോ? നാളെ തരാം, നാളെ തരാം. ഉണ്ടാവോ? മേരെ പാസ് കുച്ച് നെയ് ഹെ, മേരെ പാസ് കുച്ച് നെയ് ഹെ. അപ്പം മേരെ പാസ് കുച്ച് നെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നാണ്. ഇതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോളി, പറയാലോ. ഒരു 10 രൂപ മേരെ പാസ് കുച്ച് നെയ് ഹെ, 5 രൂപ മേരെ പാസ് കുച്ച് നെയ് ഹെ, മേരെ പാസ് കുച്ച് നെയ് ഹെ. ഓക്കെ, ഇത് എല്ലാവരും പഠിച്ചു വെക്കും, ഉറപ്പാ. ഇനി അടുത്താണ് നമ്മുടെ 10ാമത്തെ സെൻറ്റൻസ് ആണ്. കണ്ടോളി. യെസ്, 10ാമത്തെ സെൻറ്റൻസ് എന്താണ്? മേരെ പാസ് സമയ നെയ് ഹെ. നമ്മൾ ഇപ്പോൾ ബംഗാളികളാണെങ്കിലും ഹിന്ദിക്കാരാണെങ്കിലും ഈ സമയമില്ല, അതിന് ടൈം എന്ന് പറയാം. അപ്പോൾ ഒരുപാട് വേർഡ്സ് ഉണ്ടല്ലോ. എന്നുവെച്ചാൽ ഇപ്പോൾ ഏത് ഭാഷയാണെങ്കിലും ഇംഗ്ലീഷ് തന്നെ പറയുന്ന ഒരുപാട് ഇതുണ്ട് അല്ലേ, വേർഡ്സുകളില്ലേ, വാക്യങ്ങൾ അല്ലെങ്കിൽ വേർഡ്സുകളില്ലേ. അതിൽപ്പെട്ട ഒന്നാണ് ടൈം. എന്താണ്? മേരെ പാസ് സമയ നെയ് ഹെ എന്ന് പറയുന്നതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആണത് മേരെ പാസ് ടൈം നെയ് ഹെ. മേരെ പാസ് ടൈം നെയ് ഹെ, മേരെ പാസ് ടൈം നെയ് ഹെ. മേരെ പാസ് ടൈം നെയ് ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ അടുത്ത് സമയമില്ല എന്നാണ്. സമയമില്ല, എനിക്ക് സമയമില്ല എന്ന്. അല്ല നമ്മൾ അവിടെ നിന്ന് പോയാലോ? മേരെ പാസ് ടൈം നെയ് ഹെ. അല്ല നമ്മളൊന്ന് ഇത് അവിടെ വരെ പോയാലോ? മേരെ പാസ് ടൈം നെയ് ഹെ. ഒന്ന് ഫുഡ് വെച്ചാലോ? മേരെ പാസ് ടൈം ഹെ, മേരെ പാസ് ടൈം ഹെ. ഫുഡ് കഴിക്കാൻ മേരെ പാസ് ടൈം ഹെ. ഒന്ന് അവിടെ വരെ പോയാലോ? മേരെ പാസ് ടൈം നെയ് ഹെ. മേരെ പാസ് ടൈം നെയ് ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എന്തില്ല? സമയമില്ല എന്നർത്ഥം. ഇനി അടുത്ത് നോക്കാം. നമ്മുടെ ഇതിൻ്റെ അർത്ഥമാണ് എൻ്റെ അടുത്ത് സമയമില്ല. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ 11ാമത്തെ സെൻറ്റൻസ് കണ്ടോളി. ഇവിടെ നമ്മുടെ 11ാമത്തെ സെൻറ്റൻസ് ആണ്. മുജേ സമജ് മേ ആ ഗയാ. എന്താണ്? മുജേ സമജ് മേ ആ ഗയാ എന്നർത്ഥം എനിക്ക് മനസ്സിലായി
മുജെ സമജ് മേ ആ ഗയാ, മുജെ സമജ് മേ ആ ഗയാ, എനിക്ക് മനസ്സിലായി. അല്ല നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? മുജെ സമജ് മേ ആ ഗയാ, മുജെ സമജ് മേ ആ ഗയാ എന്ന് പറയൂ. മുജെ സമജ് മേ ആ ഗയാ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇതിങ്ങനെ കൂടെ പറയാം, കൂടെ പറയുന്നേ. മുജെ സമജ് മേ ആ ഗയാ, ഭയ്യ മുജെ സമജ് മേ ആ ഗയാ, ഭായ് സാബ് മുജെ സമജ് മേ ആ ഗയാ, ഭായ് ഓ ഭായ് ഭായ് മുജെ സമജ് മേ ആ ഗയാ, മുജെ സമജ് മേ ആ ഗയാ എന്ന് പറയൂ. മുജെ സമജ് മേ ആ ഗയാ, സമജ് മേ ആ ഗയാ. ഓക്കെ. ഇനി നമ്മുടെ 12ാമത്താണ് എന്ത്? എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാം. മുജെ സമജ് മേ നഹീ ആയ. എന്താണ്? മുജെ സമജ് മേ നഹീ ആയ. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ആഗയ എന്ന് പറഞ്ഞില്ലേ, ആഗയ, ഇവിടെ ആയ എന്ന് പറഞ്ഞു, ഇവിടെ ആയ എന്ന് പറയാം. അങ്ങനെ മുജെ സമജ് മേ ആയ, വളരെ കറക്റ്റാണ്. മുജെ സമജ് മേ ആയ അങ്ങനെയും പറയാം, ഒരു കുഴപ്പമില്ല. ഇതൊന്നും കൂടി ബെറ്റർ ആണ്, അത്രേ ഉള്ളൂ. മുജെ സമജ് മേ ആ ഗയ. ഇവിടെ ഉണ്ടോ, മുജെ സമജ് മേ നഹീ ആയ, ആയ എന്ന് പറഞ്ഞു, നഹി ആണെങ്കിൽ അപ്പോൾ ഉണ്ടോ, മുജെ സമജ് മേ നഹീ ആയ, മുജെ സമജ് മേ നഹീ ആയ, എനിക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? മുജെ സമജ് മേ നഹീ ആയ, മുജെ സമജ് മേ നഹീ ആയ. ഹസ്ബൻഡ് നിങ്ങളൊരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ വൈഫ് നിങ്ങളൊരു കാര്യം പറയുന്നു, അപ്പോൾ ഹിന്ദിയിൽ പറയാം മുജെ സമജ് മേ നഹീ ആയ. ഐ എം പ്രാക്ടീസിങ്. മുജെ സമജ് മേ നഹീ ആയ എന്ന് പറയൂ. മുജെ സമജ് മേ നഹീ ആയ. അപ്പോൾ ഭായ് സാബ് സമജ് മേ ആ ഗയാ, മുജെ സമജ് മേ നഹീ ആയ. ഓ ഭയ്യ സമജ് മേ ആ ഗയാ, മുജെ സമജ് മേ നഹീ ആയ, മുജെ സമജ് മേ നഹീ ആയ. ഒരു 10 തവണ പറഞ്ഞു നോക്കൂ, സിമ്പിൾ അല്ലേ അത്? പെർഫെക്റ്റ് ആവും. ഇനി അടുത്താണ് എന്ത്? ഇവിടെ കണ്ടോ 13ാമത്തെ കേട്ടോ. മുജെ നഹീ ചാഹിയേ, മുജെ നഹീ ചാഹിയേ, മുജെ നഹീ ചാഹിയേ, മുജെ നഹീ ചാഹിയേ. വേണ്ടോ, മുജെ നഹീ ചാഹിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട എന്നാണ്, എനിക്ക് വേണ്ട. അതെ, ഇത് നിങ്ങൾക്ക് വേണോ? വേണോ? നിങ്ങൾ വേണോ? മുജെ നഹീ ചാഹിയേ, മുജെ നഹീ ചാഹിയേ, എനിക്ക് വേണ്ട. ഒരാൾ ചായ തരാണ്, വേണം, പ്രാക്ടീസ് ചെയ്യണ്ടേ? ഹിന്ദിയിൽ പറയാം മുജെ നഹീ ചാഹിയേ, മുജെ നഹീ ചാഹിയേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യമാണ്, നിങ്ങളുടെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ആരോ ദേഷ്യമാണ്, അപ്പോൾ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും തരികയാണെങ്കിലോ എന്ത് പറയാം? മുജെ നഹീ ചാഹിയേ, മുജെ നഹീ ചാഹിയേ, മുജെ നഹീ ചാഹിയേ എന്ന് പറയാം. മുജെ നഹീ ചാഹിയേ. ഇനി വേണമെന്നാണെങ്കിലോ, വേണമെന്നാണെങ്കിൽ നെഹി ഒഴിവാക്കിയാൽ മതി. ആ നെഹി എന്ന് പറഞ്ഞ വീടില്ലേ, അത് ഒഴിവാക്കാം. എന്തായി? മുജെ ചാഹിയേ, മുജെ ചാഹിയേ. എനിക്ക് വേണ്ടതാണല്ലോ, മുജെ നഹീ ചാഹിയേ, മുജെ നഹീ ചാഹിയേ. ഇതൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ബംഗാളികൾ കാണട്ടെ, ഹിന്ദിക്കാരെ കാണട്ടെ, അതൊന്നും കാത്തിക്കരുത്, അങ്ങ് പറഞ്ഞങ്ങ് ചെയ്യണം പ്രാക്ടീസ്. ഇനി ആരും ഇല്ലാന്നുണ്ടെങ്കിലോ സെൽഫ് ടോക്ക്, സ്വയം പറയാം. കണ്ണാടല്ലോ, കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാം, മുജെ നഹീ ചാഹിയേ, മുജെ പത്താ ഹൈ, മുജെ പത്താ ഹൈ, മുജെ നഹീ പത്താ, മുജെ പത്താ നഹീ ഹൈ. സ്വയം എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ തന്നെ. ഇനി അടുത്ത് നോക്കാം. എനിക്ക് വേണ്ട അല്ലേ, അത് കഴിഞ്ഞു. ഇനി നമ്മുടെ അവസാനത്തെ 14, 15 അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. കണ്ടോളി, നമ്മുടെ 14ാമത്താണ്. എന്താണ്? ആപ്കാ കപ്പട ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ, ആപ്കാ കപ്പട ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ. അത് സ്പീഡ് പറയുമ്പോൾ പ്രോപ്പറായി. ഇപ്പോൾ ഒരാൾ ഡ്രസ്സ് ഇട്ട് വന്നു വിചാരിക്കാം. ആ ഡ്രസ്സ് പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ജസ്റ്റ് പറഞ്ഞാൽ മതി, അത്ര ഉള്ളൂ. എന്താണ്? ആപ്കാ കപ്പട ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ, ആപ്കാ കപ്പട ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ. ആപ്കാ, ഇവിടെ ഉണ്ടോ? ആപ്കാ കപ്പട, നിങ്ങളുടെ ഡ്രസ്സ് എന്താണ്? വളരെ നല്ലതായി തോന്നുന്നു അർത്ഥം. വേണോ? നിങ്ങളുടെ വസ്ത്രം വളരെ നന്നായി തോന്നുന്നു അർത്ഥം. എന്തായി? ആപ്കാ കപ്പട ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ എന്ന് പറഞ്ഞു. എന്നെ കുറിച്ച് പറഞ്ഞാലോ, പറഞ്ഞോളി. ആപ്കാ കപ്പട ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ. എന്താണ്? ആപ്കാ കപ്പട ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ. ഇതൊരു 10 തവണ വെറുതെ പറയാം. ആരെങ്കിലും കാണുമ്പോൾ പറയാ, വെറുതെ പറഞ്ഞാൽ മതി, ആപ്കാ കപ്പട ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ. എന്താണ്? ആപ്കാ കപ്പട ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ. ഇനി അവസാനത്താണ് 15ാമത്താണ്. താക്കണോളി, മേ വോ ഭൂൽ ഗയാ, മേ വോ ഭൂൽ ഗയാ. മേ വോ ഭൂൽ ഗയാ, ഓ മേ വോ ഭൂൽ ഗയാ എന്നർത്ഥം. ഓ ഞാനത് മറന്നു പോയല്ലോ അല്ലേ, ഓ ഞാനത് മറന്നുപോയി. അല്ല, തക്കാളി വാങ്ങിയോ? മേ വോ ഭൂൽ ഗയാ, മേ വോ ഭൂൽ ഗയാ. ഇത് പറയാനുള്ള അവസരം കാത്തു നിൽക്കരുത്. ഒരുപാട് അവസരങ്ങളില്ലേ, എന്നും അവസരമാണ് അല്ലേ?
വീട്ടുകാർ എന്തായാലും എന്തെങ്കിലും കൊണ്ടുവരാൻ പറയില്ല, പറയല്ലോ. മാർക്കറ്റ് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയും, നമ്മൾ മറക്കും. സ്വാഭാവികമായിട്ട് സ്വാഭാവികമല്ല, എന്നും മറവിയാണല്ലോ. അതേ ഉള്ളൂ ആകെയുള്ള സമ്പാദ്യം. എന്താണ് ആകെയുള്ള സമ്പാദ്യം? എന്താണ്? മറവിയാണ്. വേറൊരു സമ്പാദ്യം ഇല്ല, മറവി. പഞ്ചസാര കൊണ്ടുവന്നോ, മേവോ ഭൂൽ ഗിയ. തക്കാളി കൊണ്ടുവന്നോ, മേവോ ഭൂൽ ഗിയ. മേവോ ഭൂൽ ഗിയ. അത് കൊണ്ടുവന്നോ, മേവോ ഭൂൽ ഗിയ. മേ വോ ഭൂൽ ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് മറന്നു പോയി എന്നാണ്. ഈ 15 സെൻറ്റൻസും എന്നും പറഞ്ഞൂടെ? പറയാം. പറയൂല. അതാണ് പ്രശ്നം. മടി, പേടിയല്ല, മടിയാണ് ഒന്നാമത് ചമ്മലാണല്ലേ, ഭയങ്കര ചമ്മൽ അല്ലേ. പിന്നെ അപ്പം ഇന്ന് ഒരു മടിയും കൂടാതെ പറയാം. ഇത് പറഞ്ഞാലേ നമ്മുടെ മൈൻഡിൽ അത് സേവായി കിടക്കുള്ളൂ. കുറേ പറയണം. ചില പാട്ടുകളൊക്കെ ഓരോ വരികളും ഒരു തെറ്റില്ലാതെ പാടും അല്ലേ. അത് നമ്മൾ പഠിച്ചതല്ല. അത് പാടി എന്തായി, അതങ്ങോട്ട് തലയിൽ കയറി സേവായി. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാം. ഇത് പറയുമ്പോൾ പെർഫെക്റ്റ് ആവും. പറയേണ്ട സാഹചര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പറയാൻ കഴിയും. അതാണ് ഈ പ്രാക്ടീസിൻ്റെ ഗുണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 15 സെൻറ്റൻസുകൾ കംപ്ലീറ്റ് 15 സെൻറ്റൻസുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടല്ലോ, തൊട്ട് കഴിഞ്ഞാൽ കാണാൻ കഴിയും അല്ല, വീഡിയോയുടെ ജസ്റ്റ് അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടല്ലോ, അതിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് കാണാൻ കഴിയും. നിങ്ങൾ അവിടെ ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, കാരണം സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ലല്ലോ, പോസിബിൾ അല്ല. സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ല, കണ്ടോളൂ, എടുക്കാൻ കഴിയില്ല, റിസ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആപ്കോ മേരാ ബഹുത് ബഹുത് ധന്യവാദ്.